പാലക്കാട്ട് വൈദ്യുതി മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബിജെപിയുടെ പ്രതിഷേധം വീണ്ടും സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുകയായിരുന്നു. ആദ്യം തുടർച്ചയായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതാണ്. പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. അതിനുശേഷം പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. യോഗത്തിന് ശേഷമാണ് വീണ്ടും സംഘർഷം രൂപപ്പെടുന്നത്. പാലക്കാട്ട് പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. പാലക്കാട്ടെ പ്രതിഷേധം കൂടുതൽ സംഘർഷത്തിലേക്ക് വഴിമാറുകയാണ്. ജി പ്രസാദ് കുമാർ വിവരങ്ങളുമായി. പ്രസാദ്, ജലപീരങ്കി ഏറെ നേരമായി പ്രയോഗിക്കുകയാണ്. അതിന്റെ ഒരു പരിധി കഴിയാനുള്ള സമയമായില്ലേ? ഇനി പോലീസ് അടുത്ത നടപടിയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ, അതോ പ്രവർത്തകർ ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങുമോ? രതീഷ്, പ്രവർത്തകർ തിരിഞ്ഞു പോകുന്നില്ല. ഇപ്പോൾ ജലപ്രയോഗം ജലപീരങ്കി പ്രയോഗം വീണ്ടും ഏറെ നേരമുണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തകർ തിരിഞ്ഞു പോയില്ല. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ പോലീസിനെതിരെ പ്രകോപന മുദ്രാവാക്യമായി ഇപ്പോൾ ബാരിക്കേഡ് ചാടി കടക്കുകയാണ്. കുറച്ച് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി അപ്പുറത്തേക്ക് പോലീസിനെ മറികടന്ന് പോലീസിന്റെ ഭാഗത്തേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചതും പലവട്ടം പ്രയോഗിച്ചതും മടങ്ങി പോകാത്ത പ്രവർത്തകർ ഇപ്പോൾ പോലീസിനെ മറികടന്ന് ബാരിക്കേഡ് ചാടി കടന്ന് കുറച്ച് പ്രവർത്തകർ ഇപ്പോൾ 5-6 പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് പോകണം. പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങോട്ടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കടക്കാൻ. ഈ ബാരിക്കേഡ് പോലീസ് സ്റ്റേഷൻ മുന്നിലാണ് സ്ഥാപിക്കുന്ന. ആ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ പ്രവർത്തകർ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കും. ശക്തമായ ജലപീരങ്കി തന്നെ മുന്നോട്ട് തന്നെ ആഞ്ഞ് ഇരിക്കുമ്പോൾ വീണ്ടും പ്രവർത്തകർ താഴോട്ട് ഇരിക്കുന്ന ഒരു കാഴ്ച. കുറച്ച് പ്രവർത്തകർ ചാടിക്കടന്ന് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി അവരെ പോലീസ് ഉള്ളിലേക്ക് കയറ്റി അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അടക്കമുള്ള പ്രവർത്തകർ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ ബാരിക്കേഡിന് താഴെ കുനിഞ്ഞിരുന്നുകൊണ്ട് ജലപീരങ്കിയെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് പാലക്കാട് ചിറ്റൂര് കാണുന്നത്. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാലക്കാട് ചിറ്റൂരിലുള്ള ഓഫീസിലേക്കാണ് ബിജെപി പ്രവർത്തകർ നടത്തി. ഏതാണ്ട് അരമണിക്കൂർ നേരമായി പ്രവർത്തകർ ഇവിടെ തന്നെയുണ്ട്. പലവട്ടം ജലപീരങ്കി ഇപ്പോൾ 5-6 തവണയായി ജലപീരങ്കി പ്രയോഗിക്കുന്നു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. അവിടെ തമ്പടിച്ച് തന്നെ കുഞ്ഞിരുന്ന് ആ ജലപീരങ്കിയെ പ്രതിരോധിക്കുകയാണ്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് വന്ന്. മാർച്ചിന് മുൻപ് അല്പനേരം ജലപ്രയോഗം ഉണ്ടായതിനു ശേഷം മാർച്ച് ഔദ്യോഗികമായിട്ട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ തിരിഞ്ഞു പോകാതെ പ്രകോപനം ഉണ്ടാക്കിയപ്പോൾ ബാരിക്കേഡ് മറികടന്ന് കുറച്ച് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു കയറുകയുണ്ടായി. അതിനെ തുടർന്ന് ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗം നടത്തി. ഇപ്പോൾ ജലപീരങ്കി അവസാനിപ്പിച്ചു എങ്കിലും പ്രവർത്തകർ തിരിഞ്ഞു പോകുന്നില്ല. അവർ ബാരിക്കേഡ് മറിച്ചിടാൻ പോലീസിനെ പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വീണ്ടും എന്തെങ്കിലും പ്രതിരോധം പോലീസിന്റെ ഭാഗം ഒരു ആക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അരമണിക്കൂറിലേറെ നേരമായിട്ടും തിരിഞ്ഞു പോകാതെ പ്രവർത്തകർ ഇവിടെ തന്നെ തമ്പടിച്ച് പോലീസിനെ പ്രകോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി, ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം വീണ്ടും കാണുന്നു. ബാരിക്കേഡിന് മുകളിലൂടെ കുറച്ച് പ്രവർത്തകർ പോലീസിന്റെ ഭാഗത്തേക്ക് എടുത്ത് ചാടി പ്രതിഷേധിക്കുന്നുമുണ്ടായിരുന്നു. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. സാധാരണ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ട സമയമായി. അതേസമയം തന്നെ പോലീസ് സംയമനം പാലിക്കുന്നുണ്ട് എന്ന് കൂടി പറയേണ്ടി വരും. ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത്. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധം ഏറെ നേരമായി പാലക്കാട് തുടരുന്നത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. തേവരക്കരയിലെ മിഥുന്റെ മരണത്തിന് ഉത്തരവാദിത്തമുണ്ട് വൈദ്യുതി മന്ത്രിക്കും. തെറ്റുപറ്റിയെന്ന് അദ്ദേഹം തന്നെ ഏറ്റുപറഞ്ഞ സാഹചര്യത്തിൽ രാജിവെച്ച് പുറത്തു പോകണം എന്നതാണ് ബിജെപിയുടെ ആവശ്യം. സമരം അവസാനിപ്പിക്കുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്നത്. പ്രസാദ്, കാര്യങ്ങൾ സമാധാനത്തിലേക്ക് പോവുകയാണോ? അരമണിക്കൂറായിട്ട് നിങ്ങൾ പ്രതിഷേധം അവസാനിക്കുന്നില്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രതിഷേധമാണ് ഇത്തരത്തിലുള്ളത്. പ്രതിഷേധം ഒരു പിഞ്ചു കുട്ടി ഏറെ നേരമായി തുടരുകയായിരുന്നു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് ബിജെപി പാലക്കാട്ട് സംഘടിപ്പിച്ചത്.